ഓണക്കളികളുടെയും ഓണപ്പാട്ടിന്റെയും ആരവങ്ങൾ മുഴക്കി പൊന്നോണ നാളിനെ വരവേൽക്കാം. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ അതിഥി എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള രേഖ രതീഷാണ്. അപ്പൊ രേഖ ചേച്ചിയെ നമുക്ക് വിളിക്കാം. ഹായ് നിത്യ. ഹായ്, ഹാപ്പി ഓണം. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? എന്താണ് ചേച്ചിന്റെ വിശേഷം? ഇന്ന് വിശേഷം ആസ് യൂഷ്വൽ ഓണത്തിന്റെ ഒരു ഓളത്തിൽ എങ്ങനെ നിൽക്കുന്നു. ഞാൻ സീരിയൽ അഭിനയിക്കുന്ന ഒരാളാ, പക്ഷെ ഞാൻ എന്റെ സീരിയൽ കണ്ടിട്ടില്ല. എന്റെ സീരിയൽ തന്നെ. പക്ഷെ എന്റെ അമ്മ ഭയങ്കര ഫാനാണ് കേട്ടോ. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മയും അച്ഛനൊക്കെ സ്ഥിരമായിട്ട് സീരിയല് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോ ചേച്ചിയാണ് വരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ അഭിനയം. ഇപ്പൊ ഏത് ക്യാരക്ടർ കൊടുത്താലും ചേച്ചി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് മോനോടൊപ്പം ഒക്കെ അല്ലേ? ഒരു വലിയ മോനുണ്ട്, 9th standard. 9th സ്റ്റാൻഡേർഡില്. വലിയ മോനല്ല, കുഞ്ഞു മോനാണ്. ഓക്കെ. മോൻ അഭിനയിക്കുന്നുണ്ടോ? ഇല്ലടാ, അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു താല്പര്യം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ചേച്ചിയുടെ കൂടെ മാത്രം? റീൽസ് ചെയ്യണമെങ്കിൽ തന്നെ ഞാനൊരു 10 പ്രാവശ്യം പോയി അയ്യാൻ വാടാന്നൊരു 10 പ്രാവശ്യം ചോദിക്കുമ്പോൾ അവന് താല്പര്യം തോന്നുന്ന സമയം അവനും ഒരു മൂഡ് പോലെ ഇരിക്കും. ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ കൂടെ വന്ന് നിന്ന് ചെയ്യും. ചേച്ചി എത്ര വർഷമായി ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട്? അത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം എങ്ങാണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നത് 2.5 വയസ്സിൽ എങ്ങാണ്ടാണ്. ഒരു കുഞ്ഞ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു എൻ്റർ ആയത്. അത് തമിഴിലൊരു ഫിലിമായിരുന്നു, ഉണ്ണൈനാൻ സന്ധിത്തേൻ എന്ന് പറഞ്ഞൊരു ഫിലിമില്. അതിൽ രേവതി മാമിന്റെ കുഞ്ഞായിട്ടുള്ള ക്യാരക്ടർ. മലയാളിയായിട്ടുള്ള ചേച്ചി നേരെ അങ്ങോട്ട് പോയി? അച്ഛനും അമ്മയും ചെന്നൈയിലായിരുന്നു സെറ്റിൽഡ്. രണ്ടുപേരും ഈ ഫീൽഡിലുള്ളവരായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, അച്ഛനാണ് ഫസ്റ്റ് മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്തെന്ന് തോന്നുന്നു. അന്ന് മമ്മൂക്ക ഹീറോ ആയിട്ട് ചെയ്യുന്ന ടൈം അല്ല, മമ്മൂക്കയുടെ സ്റ്റാർട്ടിങ് ടൈമില്. പിന്നെ മമ്മൂക്ക ഹീറോ ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോ മമ്മൂക്ക തന്നെയാണ് ഡബ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ അച്ഛനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ചേച്ചി അങ്ങനെയാണ് ഫസ്റ്റ് ചെന്നൈയിലെ ഒരു തമിഴ് സിനിമയിലാണ് വരുന്നത്. അതെ. അപ്പൊ ചേച്ചി നന്നായിട്ട് തമിഴ് സംസാരിക്കുമായിരുന്നു? നന്നായിട്ട് സംസാരിക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ അവിടെ നിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു പോകുന്നു? അച്ഛനും അമ്മയും എല്ലാം മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ചേച്ചി വലിയതായിട്ട് അങ്ങോട്ട് വന്ന്? ഞാൻ അവിടുന്ന് ഒരു ഏകദേശം 10-16 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ എന്റെ ചോദ്യം കറക്റ്റായി. തമിഴ് ചേച്ചിക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയായിരുന്നു. ഓക്കെ. അല്ല, ഇപ്പൊ 2 വയസ്സാകുമ്പോഴും അവര് പറയുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവണ്ടേ? അല്ല, അന്ന് കുഞ്ഞിലെ എനിക്കൊന്നും അറിയില്ലല്ലോ. ഓടാൻ പറയുന്നു, ഓടുന്നു, ഇരിക്കാൻ പറയുന്നു, ഇരിക്കുന്നു. അങ്ങനെ എനിക്ക് ഓർമ്മയൊന്നുമില്ല അതൊന്നും ചെയ്തൊന്നും. ഇപ്പൊ കണ്ടിട്ടുണ്ടോ സിനിമ? പിന്നെ ഇളയരാജ സർ മ്യൂസിക്, ശരത് ബാബു സാർ ഉണ്ട്, സുജാത മാം ഉണ്ട്. ഏത് സിനിമയായിരുന്നു? ഉണ്ണൈനാൻ സന്ധിത്തേൻ. അല്ല, ഏതെങ്കിലും പാട്ടുണ്ടോ നല്ല? അതിലെ ഹിറ്റ് സോങ് തന്നെ ഈ കുട്ടിയുടെ ചെറുപ്പം കാണിക്കുന്നതാണ് ആ സോങ്. അപ്പം ആ ഒരു സോങ് ആണ്. അത് ഭയങ്കര ഹിറ്റ്. അത് താലാട്ട് മാറിപ്പോണത് എന്ന് പറഞ്ഞൊരു. എന്റെ സൗണ്ട് വെച്ച് ഞാൻ എങ്ങനെയാണ് താലാട്ട് മാറി? താലാട്ട് മാറിപ്പോണത്, അങ്ങനെയാണ് എന്റെ പാട്ട്. അത്രയും മതി. നന്നായിട്ട് പാടും. ഇതാണ് പാടുന്നവർക്കൊക്കെ സത്യം. ഈ കഴിവുള്ളവർക്ക് എപ്പോഴും എന്താ പറയാ, എനിക്ക് പാട്ട് പാടാൻ അറിയണമെങ്കിൽ ഓരോരോ ചാനലിൽ ഞാൻ കേറി ഇറങ്ങി പാടി. സീരിയസ്ലി എനിക്ക് പാടാൻ അറിയാമെങ്കിൽ പാടാൻ അറിയാം. അതെന്താ ഇങ്ങനെ എടുക്കുന്ന രീതി തന്നെ അത് അറിയുന്ന. അതെന്താ അറിയോ, റീൽസ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. അല്ലേ ചേച്ചി? നമ്മുടെ ഉള്ളിൽ ആ കഴിവില്ലെങ്കിൽ ഒരിക്കലും പുറത്തേക്ക് വരില്ല. എന്നാലും ചേച്ചിക്ക് പാടാൻ അറിയും. ആ 2 പേര് എനിക്ക് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യോ? സത്യം എന്നെ ട്രോളാനുള്ള വഴിയാണ് നിത്യ. ഞാൻ പാടിത്തരാം. ആ പാട്ട് അറിയാതെ അത് പറഞ്ഞില്ല, ലൈൻ എനിക്ക് ഞാൻ പഠിച്ചല്ലോ. പ്രേക്ഷകരെ, ഇത് നിത്യയ്ക്ക് വേണ്ടി മാത്രം പാടുന്നതാണ്, ട്രോളരുത് പ്ലീസ്. ഇല്ല, ഇന്ന് വരെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാത്താണ്. പ്ലീസ്. ഓക്കെ. താലാട്ട് മാറിപ്പോണത്, എൻ കണ്ണിൽ തൂക്കം പോണത്, പെൺപൂവേ വந்தாട് എൻ മീത് പൺപാട്. മതി. ശരിക്കും ഐ സ്വെയർ ഓൺ ഗോഡ്. സത്യം വന്നതേ എന്നെ ചമ്മിപ്പില്ല. ഇത്ര കഴിവുണ്ടായിട്ട് എന്തിനാണ് അതൊക്കെ മറച്ചു വെക്കുന്ന? ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടി ഇട്ടൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ? ശരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. കഴിവുള്ള അഹംഭാവം കൊടുത്തുപോയി. അപ്പൊ ചേച്ചി ഇന്ന് എന്താ കുക്ക് ചെയ്യാൻ പോണേ? നമുക്കിന്ന് ഓലനായാലോ? ഓലനാണ്. ബിക്കോസ് എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ? എനിക്ക് ഓലന ഇഷ്ടം. ആണോ? സീരിയസ്ലി എനിക്ക് ഓലൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് എപ്പോഴും വീട്ടിൽ അല്ലാത്തപ്പോഴും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനവും ഓലനാണ്. ആൻഡ് നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം എപ്പോഴും ഓലൻ എനിക്ക് എപ്പോഴും വെരി ഈസി ടു കുക്ക് എന്നുള്ള രീതിയിലും
ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ്, ഭയങ്കര ടേസ്റ്റാണ്. നന്നായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഈ നിത്യക്ക് ഓലൻ ഇഷ്ടമാണോ? അത്ര ഇഷ്ടല്ല, പക്ഷേ എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടാ. എന്റെ അമ്മ അതുകൊണ്ട് എപ്പോഴും സദ്യയില് അച്ഛന് ഓലം വേണം, അതുകൊണ്ട് നിർബന്ധമായിട്ട് ഉണ്ടാക്കും. എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. അതെന്താന്നറിയോ, ഇത് ഇളവന ഇട്ടേക്കുന്നത്. ഇത് എവിടെ നിങ്ങൾ എന്താ പറയുന്നത്? ഇളവനോ? കുമ്പളങ്ങ. ഓക്കെ, അപ്പം പച്ച കളർ എന്ന് പറഞ്ഞ സാധനം തന്നെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിട്ടു. ആൻഡ് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്റെ ചേച്ചി കുറച്ചാണോ? വേറെ ഒന്നും ഇതിൽ ഇടുന്നില്ലല്ലോ സ്പൈസ് ആയിട്ട്, നമ്മൾ ഇത് മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇതിട്ടിട്ട്. ചേച്ചി കുറച്ച് സ്പൈസിയാ? എനിക്ക് സ്പൈസ് ഇഷ്ടമാണ്. ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി തേങ്ങാപ്പാൽ ഒഴിക്കൂലേ? അല്ല, അത് ഫൈനൽ മാത്രമേ നമ്മളത് ആഡ് ഓൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം. ഇതിപ്പോ ഓൾറെഡി ഇതിൽ ഇച്ചിരി വാട്ടറി കണ്ടന്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് എന്തായാലും വെള്ളം ഇറങ്ങി വരും. ഓക്കെ ചേച്ചി, ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്ന കറണ്ട്? ഇപ്പൊ ഞാൻ ലാസ്റ്റ് മന്ത് എന്റെ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ആയേ ഉള്ളൂ. ആൻഡ് ഇനിയിപ്പോ അടുത്ത പ്രോജക്ട്സ് ഏതെങ്കിലും കമ്മിറ്റ് ആവാനായിട്ടുള്ള 2-3 വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഞാൻ ഇവിടെ മലയാളത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഭാഷകളിൽ നിന്ന് ഇച്ചിരി ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിപ്പോൾ അത് കിട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെയ്യും. അപ്പൊ മോനെ വിട്ടിട്ടൊക്കെ പോണ്ടേ? എനിക്ക് അതാണ് സീരിയസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കണേ. കാരണം ഈ ലാസ്റ്റ് 13 വർഷമായിട്ടും മോൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു പോയുള്ള ഒരു ഭാഷയും എനിക്ക് ഓഫേഴ്സ് വന്നിട്ടും ഞാൻ ചെയ്യാതിരുന്നത്. ഇപ്പൊ മോൻ ഇച്ചിരി തല പൊക്കിയപ്പോ മോൻ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ പോയി വർക്ക് ചെയ്തോ, കുഴപ്പമില്ല. ബിക്കോസ് നമ്മളങ്ങനെ എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളിതൊരു നിത്യ വരുമാനമല്ലേ, അപ്പോൾ നമ്മളത് പോകാതിരുന്നാലും ശരിയാകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം മോനും അത് നമുക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യമായി. പിന്നെ മോനെ നോക്കാനായിട്ട് നമ്മുടെ റിലേഷൻസ് തന്നെ ആരെങ്കിലും ഒരാൾ, ഞാൻ പോകുമ്പോൾ ഒരു 10 ദിവസമോ 8 ദിവസമോ ഒക്കെ വന്ന ആരെങ്കിലും വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ അങ്ങ് പോകും. നമുക്കൊരു സഹായം ഉണ്ടാവുമ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത്രയും മനസ്സിലാക്കുന്ന ഒരു കുട്ടികളാണ് അല്ലെ. ഇപ്പൊ എന്റെ മോളാണെങ്കിലും ശരി, ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അവള് പറയും, അമ്മ പോയിക്കോ, ഞങ്ങളൊന്നും കാത്തു നിൽക്കണ്ട, അമ്മയുടെ ലൈഫാണ്, അമ്മ പോയിക്കോ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു തലമുറ എപ്പോ ഉള്ളത്. അച്ഛനും അമ്മയും പോവാണെങ്കിൽ നമുക്കും അവരെ കൂടെ. അതെ, നമുക്ക് കൂടെ പോകണം എന്ന് പറയും. പക്ഷെ ഇപ്പത്തെ പിള്ളേരൊന്നും അങ്ങനെയല്ല. ഇപ്പത്തെ പിള്ളേര് നമ്മളെക്കാൾ മുമ്പേ, നമ്മളൊക്കെ അടുക്കളയിൽ കയറുന്നതിന് മുമ്പേ പിള്ളേര് കയറി തുടങ്ങി. അവർ സ്വയമേ സാൻഡ്വിച്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് സ്വയമേ ഇഷ്ടമുള്ള എന്താണോ ഫുഡ് വേണം എന്നുള്ളത്. ഇപ്പൊ എഗ്ഗിലാണെങ്കിലും അവർ പല രീതിയിൽ എഗ്ഗ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പത്തെ പിള്ളേരുടെ കാലത്തൊക്കെ അന്ന് നമ്മൾ പറയുന്ന കുറച്ചും കൂടെ ഒരു ഇതായിട്ട് നമുക്ക് അടുക്കള പണിയൊന്നും അറിയില്ല. അത് ഭയങ്കര ഒരു ഫാഷൻ ആയിരുന്നു. നേരെ ഇന്ന് മാറി. ഇന്ന് കുട്ടികള് ഭയങ്കര ഫോർവേഡ് ആണെങ്കിലും അവർക്ക് പറയാൻ ഇഷ്ടം കുക്കിംഗ് അറിയാമെന്നാണ്. കുക്കിംഗ് അറിയുന്നുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ പിള്ളേരും ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അത് നോക്കി ഇപ്പൊ എന്റെ ബ്രദറിന്റെ മോളൊക്കെ കാവ്യൊക്കെ എപ്പോഴും അല്ല അവരിങ്ങനെ ഫുള്ളി ഇത് നോക്കിയിട്ട് അവള് മെയിൻ കോഴ്സ് കുക്കിംഗ് തന്നെ അവളെടുത്ത് ചെയ്യുന്നുണ്ട്. സംടൈംസ് ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ, അച്ഛന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാവ്യ എന്തോ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും, ഇന്ന കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ അപ്പൊ അവളെ നോക്കും, നീ ഉണ്ടാക്കി തന്നെയാണോ, ആരെങ്കിലും സപ്പോർട്ട് ചെയ്തോ എന്ന് ചോദിക്കും. ബിക്കോസ് എനിക്ക് കുക്കിങ്ങിനോട് ഇച്ചിരി ഇഷ്ടമുള്ളതാണ്. അപ്പൊ അവൾ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അവളോട് ഭയങ്കര ഒരു സ്നേഹ കൂടുതലുണ്ട്. ആൻഡ് മോനാണെങ്കിലും എവറിത്തിങ്, അവനും കോഫി തൊട്ട് എല്ലാ സാധനങ്ങളും മോനും കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഈ പണ്ടത്തെ പോലെ സ്റ്റൗവിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യണമെന്നില്ലല്ലോ. ഇന്നിപ്പോ എയർ ഫ്രയർ ആയി, OTG ആയി. ചേച്ചി നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യോ? ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് നോൺ വെജ് ആണ് കൂടുതൽ കുക്ക് ചെയ്യാൻ താല്പര്യം. പക്ഷെ എല്ലാം ഉണ്ടാക്കും. എനിക്ക് ഒന്ന് ചേച്ചിന്റെ ദായും തോന്നുന്നുണ്ട്. ഇനി എന്താ ഇതില് ആക്കേണ്ടത്? നമുക്ക് ഇനിയിപ്പോ ഞാൻ ഓൾറെഡി വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതല്ലേ മമ്പയർ? അതെ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇത് നമ്മൾ ഓഫ് ചെയ്യാം. ആണ് കഴിഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ വൻപയർ ആഡ് ചെയ്തു. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഫൈനലായിട്ട് ജസ്റ്റ് ഓഫ് ആക്കാം. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കാം. ഇത് ഓൾമോസ്റ്റ് കുറുകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കുറുകി ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഓഫ് ചെയ്തത്. ഓക്കെ, വേണമെങ്കിൽ ഒന്ന്, ഇപ്പൊ ഓൾമോസ്റ്റ് നല്ല ചൂടുണ്ട് ഇതിന്. അപ്പൊ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ ചൂടാക്കണ്ട. പിടിച്ചോ, പറഞ്ഞുതരാം. കുക്ക് ചെയ്യിപ്പിക്കാം. അല്ല, ഞാൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇതൊക്കെ. ഞാൻ നല്ല അടുക്കളയിലൊക്കെ പണിയൊക്കെ എടുക്കും ചേച്ചി. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല. ഇനി ഒന്ന് മിസ് ചെയ്തു. ഇത്രേ ഉള്ളൂ അല്ലേ? റെഡി. ഓ, അടിപൊളി. അപ്പൊ തീർന്നില്ലേ? ടേസ്റ്റ് ചെയ്യുന്ന മുന്നേ ഞങ്ങളുടെ ആ ഒരു ഗെയിം സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ടേസ്റ്റ് ചെയ്യാം. ഗെയിം ഉണ്ടോ ഇവിടെ? ഗെയിം ചേച്ചിക്ക് എന്നെ ആരോ വിളിച്ചില്ലേ? ഇല്ല, ആരും വിളിക്കില്ല ചേച്ചി. അപ്പൊ ചേച്ചിക്ക് ഞാൻ തരാൻ പോണ ഒരു ടാസ്ക് എന്താന്ന് വെച്ചാല്, ഞാൻ ചേച്ചിയോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചോദിക്കും. പക്ഷെ ചേച്ചി എന്നോട് മലയാളത്തിൽ മാത്രം ആൻസർ ചെയ്യണം. ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ?
വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ആൻസർ മലയാളത്തിൽ മാത്രം പറയാൻ പാടില്ല. ചേച്ചി ഒരു ഇംഗ്ലീഷ് വേർഡും പറയാൻ പാടില്ല. ചേച്ചി അതിൽ വല്ല ഇംഗ്ലീഷ് വേർഡും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പണിഷ്മെന്റ് വരും. ഓക്കെ, ശരി. അപ്പം ഞാൻ എന്റെ ക്വസ്റ്റ്യൻ തുടങ്ങട്ടെ. തുടങ്ങിക്കോ. ഓക്കെ, ചേച്ചി ഹെൽത്ത് പരമായിട്ടൊക്കെ എങ്ങനെയാ, എന്തൊക്കെയാ ചെയ്യുന്നത്? ജിമ്മിലൊക്കെ പോകാറുണ്ടോ? എന്നും വ്യായാമം ചെയ്യും. വ്യായാമം ചെയ്യും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല? ചേച്ചിന്റെ ഫുഡ് രീതികളൊക്കെ എങ്ങനെയാണ്? അല്ല, നമ്മൾ എന്നും കഴിക്കുന്ന നിത്യേന ഭക്ഷണത്തിൽ അതില് ക്രമീകരണം വരുത്തി കഴിക്കും, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ചേച്ചി എങ്ങനെ അവിടുന്ന് വന്നിട്ട് വേണ്ട നിങ്ങളൊക്കെ? ഞാൻ അവിടെ നടന്നു വന്നേ. ഇവിടേക്ക് എറണാകുളത്തേക്കോ? പിന്നെ എനിക്ക് നടക്കണ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അവിടെ തൊട്ടേ നടന്നു. എപ്പോ മുതൽ തുടങ്ങിയ ചേച്ചിയുടെ നടത്താം? ഞാൻ രാവിലെ ഒരു 3:30 ആയപ്പോ തുടങ്ങിയതാ. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 100-200 കഴിഞ്ഞു തോന്നുന്നു. എന്ത് നടന്നു വന്നതിന്റെ യാത്രാ ദൂരം. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? എനിക്ക് ചോറും മീൻകറി മാത്രം, വേറെ ഒന്നും അല്ല? അല്ല. ഓക്കെ, മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചേച്ചി പറഞ്ഞ? 9ാം ക്ലാസ്സിൽ. 9. ഓക്കെ, ഒരു 1 ആയി കേട്ടോ. അടുത്തത് മോന്റെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ ചേച്ചി? മലയാളം. മലയാളം. പിന്നെ വേറെ ഏതൊക്കെ സബ്ജക്റ്റിലാണ് അവൻ നന്നായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്? ഏത് സബ്ജക്റ്റിലാ? കണക്ക്. ഇത് 2 മാത്രം ഇപ്പൊ തൽക്കാലം ഇഷ്ടമുള്ളൂ. വേറെ ഒന്നും അവന് താല്പര്യമില്ല? ഇല്ല. അവൻ ഏറ്റവും കൂടുതൽ ഓക്കെ, അവൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സ്കൂളിന്റെ പേര് പറഞ്ഞാലും സ്കൂൾ വിദ്യാലയം, അത് പോയി. ഓക്കെ, 2. ഇനി നമുക്ക് നേരെ പണിഷ്മെന്റിലോട്ട് പോവാം. ചേച്ചിന്റെ പണിഷ്മെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ഈ നാരങ്ങ ചേച്ചിയുടെ വായിലിട്ടിട്ട് പിടിക്കും, കടിച്ചു പിടിക്കും. ശരിക്കും കടിക്കണം, അതിന്റെ നീര് നമ്മുടെ വായിൽ വരണം, ആ ഫീല് വരും. പക്ഷെ അപ്പൊ ഞാൻ ചേച്ചിയോട് ഓരോ നവരസം പറയും. അപ്പൊ ചേച്ചി ആ നവരസത്തിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചേച്ചി എനിക്ക് കാണിച്ചു തരണം. ശരി, അറിയാവുന്ന രീതിയിലൊക്കെ ഏതാണ് നവരസം പറയണ വെച്ചാൽ അത് കാണിച്ചു തരണം. ഓക്കെ, ചേച്ചി വായിലിട്ടോളൂ. കടിച്ചോ? അയ്യോ, ശരിക്കും കടിക്കണം, പറ്റിക്കരുത്. കടിച്ചോ? ആണ്, തിന്നല്ലേ? അവത് പുളിയില്ലേ? കടിച്ചു നോക്കില്ല. ഇതെന്ത് ലെമണ വാങ്ങിക്കോട്ടെ, ഇത് പുളിയില്ലാത്ത ലെമണ. ഓക്കെ, നവരസം, രൗദ്രം, ബീഭത്സം. അതെന്തുവാ? അതെനിക്ക് അറിയില്ല. ബീഭത്സം എനിക്കറിയില്ല. എന്നാ നാരങ്ങ ഇട്ടിട്ട് കടിച്ച ഉടനെ തന്നെ ഞാൻ രസം പറയാം. സ്റ്റാർട്ട്, കടിച്ചോളൂ. ഹാസ്യം, പരിഹാസം, രൗദ്രം, പുച്ഛം, പിന്നെന്താ? കുട്ടിക്ക് അറിയില്ല. ശൃംഗാരം. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ചെയ്യാം. ശൃംഗാരം ചെയ്യും. എങ്ങനെ ശൃംഗാരം? നിത്യ ചെയ്യും. ഞാനും ഓക്കെ. അല്ല, നിനക്ക് വേറെ വല്ലതും കൂടി പച്ചമുളകെങ്കിലും കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഇത് നാരങ്ങ മിഠായി അല്ലാട്ടാ. എന്റെ മോളെ, സത്യമായിട്ടും അതിന് വലിയ പുളിയില്ല. കഴിച്ചോണ്ട് നല്ല പുളിയുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവരും ഞാൻ തോറ്റു. അപ്പൊ ഞാൻ നേരെ പായസത്തിലേക്ക് കിടക്കാണ്. തോറ്റ സ്ഥിതിക്ക് അധികം എന്റെ വക. ഓക്കെ ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന പായസം ചേച്ചി ഒന്ന് കത്തിച്ചു തരുമോ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് നെയ് പായസമാണ് കേട്ടോ. നെയ്യ് അങ്ങോട്ട് ഒഴിക്കുകയാണ്. കുറച്ച് മിൽക്കി മിസ്റ്റിന്റെ കൗഗിയാണ്. നെക്സ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരും. ചേച്ചി ഉരുളിയിലാണോ പായസം വെക്കുക? അല്ലടാ, എനിക്ക് വെക്കാൻ പറ്റില്ല. ഞാൻ നോർമൽ കുക്കറിലും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പാനിലോ അങ്ങനെ എന്തെങ്കിലും ഐറ്റമിൽ വെക്കാറുണ്ട്. എത്ര വിധം ഫുഡൊക്കെ ഉണ്ടാക്കും ഓണത്തിന്? സത്യം പറഞ്ഞാൽ ഇപ്പൊ ഓർഡർ കൊടുക്കാറാ ചെയ്യാറ്. കാരണം ഇത്രയും വിഭവങ്ങൾ ചെയ്ത് കൊണ്ടുവന്ന് ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര, അതാരും പിന്നെ കഴിക്കാനില്ലല്ലോ. ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഉണ്ടാക്കണ്ടേ. ഒരു സദ്യ ഓർഡർ ചെയ്താൽ മതിയാവില്ല? 2 ഓൾമോസ്റ്റ് ചില സമയങ്ങളാവും പറയും, അമ്മ സദ്യ വേണ്ട, വിൽ ഗോ ഫോർ ബിരിയാണി. സോ അവനൊരു ബിരിയാണിയോ, അല്ലെങ്കിൽ എല്ലാ പിള്ളേർക്കും ഇപ്പൊ അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ അപ്പച്ചിമാരുണ്ട് അവിടെ, എന്റെ ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോകും. അപ്പൊ അതെല്ലാം കുക്ക് ചെയ്ത് വെച്ചു. കാരണം അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു 10-13 പേരുണ്ട്. ഞാൻ കുറച്ച് ഇതിന് ഞങ്ങള് പറയാ ഈ കഞ്ഞി അരി നാട്ടോ പറയാ. അത് എന്റെ ചേച്ചി പറയും നെല്ലുകുത്തരി ഇല്ലേ? നെല്ലുത്തരി എന്ന് പറയും. നിങ്ങൾ എന്താ ഇങ്ങോട്ട് പറയാ? അല്ലടാ, എനിക്ക് ഇതിന്റെ ഒരു ഇതെനിക്ക് അറിയത്തില്ല. ഇല്ല, കഞ്ഞി വെക്കാറില്ല ഞാൻ. പൊടിയരി പോലെ ഒരു ഉണക്കലരി, അതിന്റെ കുറച്ച് വലിയ ഫോം. കുറച്ച് ശർക്കര ഒഴിക്കാം. മധുരം അധികം വേണോ? ഞാൻ നോർമൽ മധുരത്തിന്റെ ആളാണ്. നിത്യം ഒരുപാട് മധുരം കഴിക്കുമോ? അങ്ങനൊന്നുമില്ലല്ലോ. ഇല്ല, ഷുഗർ ഭയങ്കര. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഉണ്ടാക്കാറുണ്ടോ? ഞാൻ ഇപ്പോഴൊക്കെയോ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കും ഞാൻ. അതാദ്യം പഠിച്ചേ. അതെ. അപ്പൊ എന്റെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
പിന്നെ ചേച്ചി സീരിയലിൽ അഭിനയിച്ചതില് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, എനിക്ക് ആ ഒരു കഥാപാത്രം ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നമ്മളെ മനസ്സിനോട് ചേർന്ന ഒരു കഥാപാത്രം, അങ്ങനെ ഏതായിരുന്നു? ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് ശരിക്കും റീച്ച് എന്ന് പറയുന്നത് പരസ്പരം എന്ന സീരിയലാണ്. അപ്പം അത് തന്ന ഒരു ഹൈപ്പ് വേറെ ഒരു പ്രോജക്റ്റും നമുക്ക് അങ്ങനെ, അത് മീൻസ് എന്താ പറയുക, നമ്മളെ ബിഗിനിങ് നമ്മളെ ഒന്ന് ഹൈറ്റിൽ കൊണ്ടു നിർത്തുക എന്നുള്ളൊരു ഫീൽ നമുക്ക് ഇപ്പം ഏതൊരു ആരെ കണ്ടാലും ഫസ്റ്റ് എന്നെ കണ്ടാൽ ആദ്യം പറയുന്നത് ചിലപ്പം രേഖ എന്നായിരിക്കില്ല, പത്മം അല്ലെങ്കിൽ പത്മാവതി എന്നായിരിക്കും വിളിക്കുന്നത്. അതെ, ആ ക്യാരക്ടർ നെയിം ആയിരിക്കും പറയുന്നത്. പിന്നെ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലെ മല്ലിക പ്രതാപ് എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ശരിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതൊരു ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും നല്ല പോസിറ്റീവായിട്ടും, പക്ഷേ എന്നാൽ ഒരു നെഗറ്റീവ് ഷേഡോ എപ്പോഴും ആ ലേഡിക്ക് പൊതു സമൂഹത്തിലുണ്ടാവും. അപ്പം അത് അങ്ങനെ ഒരു ആ ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം എനിക്ക് എപ്പോഴും അതൊരു സൈഡ് കോർണറിൽ എപ്പോഴും മല്ലിക മിസ്സിങ് ആണ്. ബിക്കോസ് സീരിയൽ തീർന്നാലും അയ്യോ മല്ലിക പ്രതാപ് തീർന്നല്ലോ എന്നുള്ളൊരു ഫീൽ എപ്പോഴും അതിലെനിക്ക് തോന്നാറുണ്ട്. ചേച്ചി ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യപ്പെടും, ചേച്ചിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അതാരാണ് പറയുന്നതെന്ന് എനിക്കും അറിഞ്ഞൂടാ. പറയുന്നവരെ കാണണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം. എനിക്ക് അങ്ങനെ സ്വന്തം തോന്നിയോ? അല്ലല്ല, നമ്മള് പരിചയപ്പെട്ടതിന് ശേഷം അപ്പൊ ഞാൻ വരുമ്പോഴും ചേച്ചി ആണല്ലോ വരുന്നത്, ഞാൻ വിചാരിച്ചു അയ്യോ അവരായിരിക്കും, ഇനിയിപ്പോ അവരെ ഞാൻ എന്താണ് അവരോട് ചോദിക്കുക. പൊതുവേ എനിക്കറിയില്ല ഈ ഒരു സംഭവം എല്ലാരും പറഞ്ഞ് ഞാനും കേൾക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഒരാൾ അടുത്തറിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോർമലി ഉള്ള പൊതുവേ ഉള്ള പുറമേ ഉള്ള ഒരുപാട് പേര് ജാട എന്ന് പറയാറില്ല, അവർക്ക് ഭയങ്കര ദേഷ്യം വരും, അവർ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്ത് ദേഷ്യത്തിൽ സംസാരിച്ചതിനെയാണ് അറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഇനിയിപ്പം നല്ലത് പറയാൻ താല്പര്യമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് പ്രസൻസ് ഉണ്ടാക്കി വിടുന്നതാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ എന്റെ സൗണ്ട് ചിലപ്പോൾ വലുതായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ദേഷ്യക്കാരിയാണോ. ഞാൻ എന്തൊക്കെയോ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ചേച്ചി ഞാൻ ഓഫ് ചെയ്തു, ഞാൻ കുറച്ച് ഏലക്കായ ഇടാണ്. ഇപ്പൊ ഇതെന്നോട് ആരും പറഞ്ഞൊന്നും അല്ല കേട്ടോ, എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ആരും ബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് സ്വന്തം തോന്നിയതാ ചേച്ചി കുറച്ച് ദേഷ്യമുള്ള ഒരാളാണ് തോന്നുന്നു എന്നെ ഇങ്ങനെ. പക്ഷെ അതെനിക്ക് നേരിട്ട് കണ്ടപ്പോ മാറി. അല്ല, ഞാൻ എന്തൊക്കെയോ ഇന്റർവ്യൂസോ അങ്ങനെ എന്തൊക്കെയോ കണ്ടപ്പോ അതിലൊക്കെ ചേച്ചി ദേഷ്യപ്പെട്ട് എണീറ്റ് പോണ പോലെയോ ഇനി അഭിനയിച്ചതാണോ എന്ന് എനിക്ക് ചാനൽ പറഞ്ഞിട്ട് ചെയ്തതാണ് ഞങ്ങള്. എനിക്ക് തോന്നുന്നു രഞ്ജനിയുടെ ഷോ ആയിരിക്കും. അല്ലല്ല, രഞ്ജനി പാവമാണ്. ഞാനും രഞ്ജനിയും ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ചാനൽ ഞങ്ങളോട് ഇതെങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചു, ഞങ്ങൾ അതങ്ങ് ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷെ കാണുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇങ്ങനെയൊക്കെയാണ്, ഇനിയിപ്പോ ഇവരോട് ഞാൻ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക ദൈവമേ. എന്തായാലും ചേച്ചി ഇവിടെ വന്ന് കണ്ട് എന്നോട് സംസാരിച്ചപ്പോ എന്റെ ആ ഒരു ധാരണകളൊക്കെ അങ്ങോട്ട് മാറ്റി. എനിക്ക് അമ്മ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ വെച്ചാൽ അവരെയോ എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ. പക്ഷെ എന്റെ ആ ധാരണകളൊക്കെ മാറ്റി. ചേച്ചി ഭയങ്കര സ്വീറ്റ് ആണ്, ചേച്ചി ഭയങ്കര നല്ലതാണ്. യു ആർ വെരി സ്വീറ്റ്. അപ്പം ചേച്ചിയുടെ ഫുഡ് എനിക്കും എന്റെ ഫുഡ് ചേച്ചിക്കും ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യാം. യെസ്. ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കിയ പായസം തരാമേ? യെസ്. ഉണ്ടാക്കുന്നുണ്ടപ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി തീർത്തല്ലോ എന്ന് വിചാരിച്ചു. റിയലി കറക്റ്റ് മധുരം നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇനി ചേച്ചിന്റെ ഞാൻ നോക്കട്ടെ. എനിക്ക് സത്യത്തിൽ ഈ ഇളവൻ ഇഷ്ടമില്ല. കഴിച്ചു നോക്കൂ. ചേച്ചി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കഴിക്കാം. ആ കഷ്ണം കഴിക്കണ്ട, ചാറ് എടുത്ത് കഴിച്ചു. തേങ്ങാപ്പാലിന്റെ ആ രുചിയും. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ പച്ചമുളക് ഇത്ര ഇട്ടല്ലോ, അല്ല എരിവുണ്ടോ? ഇല്ല, പാകാണ്. പച്ചമുളക് മാത്രമേ അതിനകത്ത് എരിവായിട്ട് കയറുന്നുള്ളൂ. അപ്പൊ ഇനി തൊട്ട് പതുക്കെ പതുക്കെ ഈ എന്താണ് 11 എന്നാണോ പറയുന്നത്? 11 ട്രൈ ചെയ്യണം. ഓക്കെ, ഞാൻ കഴിക്കാം. നമ്മളുടെ എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പേ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇതാ LG കായത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ചേച്ചിന് മുതൽ LG കായം ഉപയോഗിച്ചാൽ എല്ലാവരും ഇവിടെ വരുന്നവർ അങ്ങനെ തന്നെയാ LG പെരുങ്കായം തന്നെ ഉപയോഗിക്കുന്നത്. ആണോ? താങ്ക് യു സോ മച്ച്. ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ചെലവഴിച്ചതിന് ചേച്ചിന്റെ സമയം താങ്ക് യു സോ മച്ച്. പിന്നെ എന്റെ മനസ്സിലുള്ള ധാരണയും കുറെ ആൾക്കാരുടെ മനസ്സിലുള്ള ധാരണയൊക്കെ ചേച്ചി മാറ്റി തന്നതിനും താങ്ക് യു സോ മച്ച്.
എന്റെ വക ചേച്ചിക്ക് ഒരു ഹാപ്പി ഓണം. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. നിത്യയ്ക്കും എൻ്റെ വക ഹാപ്പി ഓണം. പിന്നെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ വക നന്മ നിറഞ്ഞ ഓണാശംസകൾ. അതുപോലെ തന്നെ ഫ്ലവേഴ്സിലേക്ക് ഞാൻ ഒരുപാട് അങ്ങനെ വന്നിട്ടില്ല, പണ്ടൊരു സീരിയൽ ചെയ്താണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വീണ്ടും ഞാൻ ഒരു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും എനിക്ക് എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ദ ഹോൾ ക്രൂ പ്ലസ് നിത്യയ്ക്കും ഒരുപാട് താങ്ക് യു. ഞാൻ നിത്യയെ നേരിട്ട് കണ്ടിട്ടില്ല, നേരത്തെ പറഞ്ഞതുപോലെ. എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പ്രോജക്ട്സ്. താങ്ക് യു. ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.